ആരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവ ജായതേ തഥാ കുരുഷ്വ ദേവേശ നാഥസ്ത്വം നോ യതഃ പ്രഭോ. നാമ സങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമനസ്തം നമാമി ഹരിം പരം. പ്രണാമോ ദുഃഖശമനസ്തം നമാമി ഹരിം പരം. പ്രണാമോ ദുഃഖശമനസ്തം നമാമി ഹരിം പരം. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. ശ്രീഹരയേ നമഃ ശ്രീഹരയേ നമഃ ശ്രീഹരയേ നമഃ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് 30 വ്യാഴാഴ്ച ദിവസം നിങ്ങളുടെ മുമ്പിൽ ഭഗവാന്റെ കഥകൾ പറയാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് പറയുന്നതിനേക്കാൾ പുണ്യാണ് ഇത് ശ്രവിക്കുക എന്നുള്ളത്. കാരണം ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം എന്നാണ് ഹിരണ്യകശിപുവിനോട് പ്രഹ്ലാദൻ പറഞ്ഞത്. അതായത് നാരായണനാമം ജപിക്കുന്ന മകനെ മര്യാദ പഠിപ്പിക്കാനായിട്ട് ശുക്രാചാര്യരുടെ മക്കളുടെ അടുത്തേക്ക് വിടുക. അപ്പം എല്ലാം പഠിച്ചിട്ട് ഒരു ദിവസം വളരെ വാത്സല്യത്തോടുകൂടെ മകനെ മടിയിരുത്തി വെച്ച് ചോദിച്ചു, എന്താ മകനെ നീ പഠിച്ചത്, എന്താ നീ പഠിച്ചതെന്ന് ചോദിച്ചപ്പോൾ ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം, അതാണ് അച്ഛൻ ഞാൻ പഠിച്ചത്. അച്ഛനും അത് പഠിക്കണം. നാരായണന്റെ പാതയിലാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്. നാരായണായ നമ നാരായണ നാമാന്ന് ജപിക്കുമെന്ന് ആ കുഞ്ഞു ബാലൻ അച്ഛനോട് പറഞ്ഞ് മനസ്സിലാക്കുക. ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തു. അച്ഛൻ തന്നെ ഒരുപാട് പ്രാവശ്യം കൊല്ലാൻ ശ്രമിച്ചിട്ടും അവിടെയൊക്കെ ഭഗവാൻ വന്ന് രക്ഷപ്പെടുത്തിയ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ ഇന്ന് ഞാനിവിടെ തുടങ്ങുന്നത് കുറൂരമ്മയുടെ ഇല്ലത്തിൽ നിന്നാണ്. കുറൂരമ്മ ഗൗരി അന്തർജനം എന്നാണ് പേര്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഭഗവാനെ 800 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഈ കലിയുഗത്തിൽ ജീവിച്ചിരുന്ന ഒരു കഥാപാത്രമാണ്. കുറൂരിൽ ഇപ്പോഴുണ്ട്. ഗുരുവായൂരിന് 1/2 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. കുറൂരമ്മ ഒരിക്കലും ഗുരുവായൂർക്ക് വന്നിട്ടുണ്ടാവില്ല. പക്ഷെ കൃഷ്ണൻ ഗുരുവായൂരിന്ന് കുറൂരമ്മയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട് എന്നാണ്. അങ്ങനെ കുറൂരില്ലത്ത് ഗൗരി അന്തർജനമായിട്ട് കുറൂരമ്മ വളർന്നു. കൃഷ്ണഭക്തിയായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. അച്ഛനും അമ്മയും ചേട്ടന്മാരൊക്കെ ഈ ഭക്തി അങ്ങോട്ട് പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ അതുപോലെ സദാസമയം ഓർമ്മ വെച്ച നാൾ മുതൽ സദാസമയം അച്യുതാനന്ദ ഗോവിന്ദ മാധവ എന്നുള്ള നാമങ്ങൾ മാത്രം ഉച്ചരിച്ചുകൊണ്ട് കൃഷ്ണനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു കൃഷ്ണഭക്തിയായിരുന്നു. അപ്പൊ കുറൂരമ്മയുടെ ഭക്തി കണ്ടിട്ട് അച്ഛൻ തിരുമേനി ഒരു ബാലഗോപാല വിഗ്രഹം വാങ്ങിച്ച് കയ്യിൽ കൊടുത്തു അത്രേ. പിന്നെന്താ വേണ്ടത്, വലിയ സന്തോഷമായില്ലേ. സദാസമയം ഭഗവാന് മാല ചാർത്തും, ഭഗവാന് നിവേദ്യങ്ങൾ അർപ്പിക്കും. കുഞ്ഞു കുട്ടികൾ മണ്ണപ്പൊക്കെ ചുട്ട് കളിക്കുന്ന പ്രായത്തില് ഗൗരി അന്തർജന അതൊന്നും ചെയ്തിട്ടില്ല. എന്താ ചെയ്തത്? ഭഗവാന് മാല ചാർത്തുക, ഭഗവാന് നിവേദിക്കുക, കയ്യിലെന്താണോ സകലതും ഭഗവാന്റെ നിവേദ്യം അല്ലാതെ ഒരു ജന്മത്തിൽ വേറെ ഒന്നും ഭക്ഷിച്ചിട്ടില്ല എന്നാണ്. അങ്ങനെ ആ കൃഷ്ണന്റെ ഒരു ഭക്തയായിട്ട് കുറൂരില്ലത്തിലെ പൂജാമുറിയിൽ ഇങ്ങനെ സംസാരിക്കൂത്രേ. ആൾക്കാർ വിചാരിക്കുന്ന ഒസാണ്, കാരണം കൃഷ്ണനെ മുമ്പിൽ കണ്ട പോലെ സംസാരം.
പക്ഷെ ഭഗവാൻ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. പക്ഷേ കൃഷ്ണൻ തന്നെയാണ് സകല ശ്വാസത്തിലും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ കൃഷ്ണന്റെ നാമം മാത്രമേ സ്ഫുരിക്കുള്ളൂ നാവില്. അങ്ങനെ 15-ാമത്തെ വയസ്സിൽ അച്ഛൻ്റെ ഈ പരമമായിട്ടുള്ള കൃഷ്ണഭക്തി മനസ്സിൽ കൊണ്ടു നടക്കുന്ന സമയത്തും 15-ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചു. അറിയാലോ, അന്ന് അച്ഛൻ്റെ നിർബന്ധത്തിന് വേണമെങ്കിൽ വിവാഹം കഴിച്ച് കുറൂരില്ലത്തിലേക്ക് വന്നു. ഒരു അയനൂരിൽ ചെന്നപ്പോ ഗൗരി അന്തർജനത്തിന്റെ ആ ചൈതന്യം, മുഖത്തെ ചൈതന്യം കണ്ടിട്ട് അച്ഛൻ തിരുമേനി തീരുമാനിച്ചു മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാം, മൂത്ത മകനെ കൊണ്ട്. അദ്ദേഹത്തിന്റെ 2ാമത്തെ വേളിയായിരുന്നു. ഇവർ കഷ്ടിക്കുക, കുടുംബത്തിൽ വകയില്ലാത്തത് കൊണ്ട് ധനസമൃദ്ധിയുള്ള കുറൂരില്ലത്തിലേക്ക് ഗൗരി അന്തർജനത്തിന് വിവാഹം കഴിച്ച് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഇവർക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ലായിരുന്നു. അങ്ങനെ അച്ഛന്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് കുറൂരില്ലത്തിലേക്ക് പോയി. ഈ ബാലഗോപാല വിഗ്രഹവും കയ്യിലുണ്ട്. ആ സൗഭാഗ്യമായിട്ടുള്ള ആ സ്വന്തം ജനിച്ചില്ലത്തുനിന്ന് ആ സൗഭാഗ്യവതി കുറൂരില്ലത്തിലേക്ക് പറിച്ചു നടപ്പെട്ടു എന്നാണ്. ഭർത്താവാണെങ്കിൽ സദാ സഞ്ചാരമാണ്, സപ്താഹത്തിന് പോവും, ദേശാടനം. അപ്പൊ അത് കുറൂരമ്മയ്ക്ക് ഒരു അനുഗ്രഹമായി എന്നാണ് അവർ പറയുന്നത്. കാരണം അവിടെയും അച്ഛൻ തിരുമേനിക്ക് ഭക്തി അറിയുന്നത് കൊണ്ട് ഒരു പൂജാമുറിയൊക്കെ റെഡിയാക്കി കൊടുത്തു. ഭഗവാനിങ്ങനെ വിളിച്ചോണ്ട് ആ പൂജാമുറിയിൽ ഇങ്ങനെ ഇരിക്കും സദാ. ഭഗവാന് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കൃഷ്ണന്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് ജപിച്ചതിന് ശേഷമാണ് അടുക്കളയിലേക്ക് വരിക. എന്തുണ്ടാക്കിയാലും അതിന് നല്ല രസമാണെന്ന് പറയാം. കാരണം കുറൂരമ്മയുടെ പുറകിൽ ഒരു അദൃശ്യമായിട്ടുള്ളൊരു ശക്തി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ആ വീട്ടിലുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് തന്നെയാണ്. അങ്ങനെ കൃഷ്ണനെ ഭജിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വില്ലുമംഗലം സ്വാമിയാര് കൃഷ്ണനെ കാണണം. അച്ഛൻ തിരുമേനോട് ഒരിക്കൽ വന്ന് പറഞ്ഞു, ഞാൻ ഭഗവാനെ ഇതുവരെ കണ്ടില്ല, ആ ബാലഗോപാല വിഗ്രഹത്തെ ധ്യാനിക്കുന്നുണ്ട്, പക്ഷെ കൃഷ്ണൻ എൻ്റെ മുമ്പിൽ വന്നിട്ടില്ല എന്ന് പരാതിപ്പെട്ടിട്ട് അപ്പോൾ ഒരു സന്യാസി വര്യൻ അവിടെ വന്നുത്രേ. വന്നിട്ട് പറഞ്ഞു, ഇവിടെ ഈശ്വര ചൈതന്യ ഒരു കുട്ടിയുണ്ടല്ലോ, ആ കുട്ടി ഒന്ന് ഇങ്ങോട്ട് വിളിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ കുറൂരമ്മയ്ക്ക് അത്ഭുതമാണ്, എന്തിനാ ഒരു വന്നത് എന്ന് വിചാരിച്ചിട്ട് അപ്പൊ പറഞ്ഞു, പൂജാമുറിയിൽ നിന്ന് പ്രാർത്ഥിച്ചോളൂ, ഭഗവാൻ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെ ഒരു ദിവസം മഞ്ഞപ്പട്ടൊക്കെ എടുത്തിട്ട് മയിൽപ്പീലിയൊക്കെ ചൂടിയിട്ട് ആ കുഞ്ഞു ബാലഗോപാലന്റെ രൂപത്തിൽ തന്നെ ഭഗവാൻ കുറൂരമ്മയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ കൃഷ്ണനെ കണ്ട് നമസ്കരിച്ചു. അടുത്ത വീട്ടിൽ ഉണ്ണിക്കുട്ടൻ എപ്പോഴും വരും സഹായിക്കാൻ. പല സന്ദർഭങ്ങളിലും ഉണ്ണിക്കുട്ടനാണെന്ന ധാരണയില് കൃഷ്ണൻ കുറൂരമ്മയുടെ അടുത്ത് വന്നിട്ടുണ്ട്. പനി പിടിച്ചു കിടന്ന സമയത്ത് കഞ്ഞി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അത്രേ. അതുപോലെ ശാസിക്കും കുഞ്ഞിനെ പോലെ. അതൊക്കെ ഭഗവാൻ അനുസരിക്കുന്ന തന്നെയാണ്. ഒരിക്കൽ അപ്പം ഉണ്ടാക്കി വെച്ചു, പാൽപ്പായസം അപ്പം ഉണ്ടാക്കി വെച്ച് ഈ ഉണ്ണിക്കുട്ടൻ വന്ന് ആ അപ്പം എടുത്ത് അങ്ങോട്ട് കഴിച്ചു, പായസം എടുത്ത് കുടിച്ചു. അപ്പൊ പറഞ്ഞു, കൃഷ്ണനെ നേദിക്കാൻ വെച്ചതാ, നീ അത് എടുത്ത് കുടിച്ചു അല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു അരിക്കലത്തില് കരിയുള്ള ഒരു കലത്തിനകത്ത് അടച്ചു വെച്ചു ഉണ്ണീനെ. അപ്പൊ ഒരു അരമണിക്കൂർ നോക്കി ഉണ്ണിയെ കാണുന്നില്ല. നോക്കിയപ്പോ നിവേദ്യ സമയത്ത്, ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിവേദ്യ സമയത്ത് കൃഷ്ണൻ വില്ലുമംഗലം സ്വാമിയുടെ മടിയിൽ വന്നിരിക്കൂത്രേ. അച്ഛാന്നാ വിളിക്കുന്നത്, കുറൂരമ്മ അമ്മയെന്നാ വിളിക്കുന്നത്. അപ്പോ ഉണ്ണിക്കണെങ്ങനെ ഓടി വരിക, ദേഹമാസകലം കരിയ. അപ്പൊ ചോദിച്ചു, എവിടെ പോയി ഉണ്ണി, നിനക്ക് ഇതെന്താ പറ്റിയത്? അപ്പൊ ആയമ്മ എന്നെ കലത്തിൽ അടച്ചു വെച്ചതാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, നീ കുറുമ്പ് കാണിച്ചിട്ടുണ്ടാവില്ലേ? അല്ല, ഞാനല്ല കുറുമ്പ് കാണിച്ചത്, ആ ആയമ്മക്ക് ഇച്ചിരി കുറുമ്പ് കൂടല. പായസം എനിക്ക് ഉണ്ടാക്കി വെച്ച അപ്പം ഞാൻ കഴിച്ചേ ഉള്ളൂ, പക്ഷെ എന്നെ അരിക്കലത്തിലെടുത്ത് ആ കരിയുടെ കലത്തിനകത്ത് എന്നെ അടച്ചു വെച്ചു എന്നാണ് വില്ലുമംഗലം സ്വാമിയാരോട് പറഞ്ഞത്. അങ്ങനെ ഭഗവാൻ പ്രത്യക്ഷ തന്നെ. അങ്ങനെ കുറൂരില്ലത്തിലെ വൈധവ്യവും ഭർത്താവ് ഒരിക്കൽ സഞ്ചാരത്തിനിടയിൽ മരിച്ചുപോയി. അപ്പോഴും അച്ഛൻ തിരുമേനി ഉണ്ട്. കുടുംബത്തില് ഒരു ചേട്ടത്തി ഉണ്ട് അത്രേ, ഈ ഭർത്താവിൻ്റെ ഒരു ചേട്ടത്തി. അവര് മാത്രം ഇത്തിരി കുശുമ്പെടുക്കും കുറൂരമ്മയുടെ അടുത്ത്. ഒരിക്കൽ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് മാമ്പഴമൊക്കെ എടുത്തപ്പോൾ വന്ന് ചീത്ത പറഞ്ഞു അത്ര, ഇത്ര നേരമായി, മൃഷ്ടാന്ന ഭോജനം കഴിക്കാൻ റെഡിയായിട്ടിരിക്കുക, കുറൂരമ്മ ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ എന്തിനാ നേരം വൈകിയെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ചീത്ത പറഞ്ഞു. പക്ഷെ വേറെ ആരും അങ്ങനെ ചീത്ത പറയില്ല, ഈ എഴുത്തി മാത്രം ചീത്ത പറയത്തില്ല. അങ്ങനെ കുറൂരമ്മയെ ചീത്ത പറഞ്ഞ അകത്തളത്തിലേക്ക് വന്നപ്പോൾ ഇവരുടെ നാവിറങ്ങിപ്പോയി, ഇത്ര സംസാരിക്കാൻ പറ്റുന്നില്ല. കുറൂരമ്മ ഇവിടെ എല്ലാവരും വന്ന് പറഞ്ഞു ഇങ്ങനെ അവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ കുറൂരമ്മ മനസ്സിൽ ചിരിച്ചു, ഇതൊക്കെ കൃഷ്ണന്റെ ലീലകളാണ്. അപ്പോൾ വൈദ്യരെ വിളിച്ചുകൊണ്ടൊന്നു, വൈദ്യർക്ക് ദിവ്യശക്തി ഉണ്ട് അത്രേ. വൈദ്യര് പറഞ്ഞു അത്ര, ആ ഈശ്വരാധീനം ഭഗവാൻ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന ആ കുട്ടീനെ വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും, അവരോട് ആ കുട്ടിയോട് വഴക്കിന് പോകണ്ടെന്ന് പറയൂ കേട്ടോ, അത്രയ്ക്ക് ഈശ്വരാധീനം ഭഗവാന്റെ ചൈതന്യമുള്ള ഒരു കുട്ടിയാണ് എന്ന് പറഞ്ഞ് ആ ഏടത്തി വന്ന് മാപ്പ് പറഞ്ഞു എന്നാണ് പറയുന്നത്. ഗൗരി ക്ഷമിക്കുക, എന്നോട് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്. അങ്ങനെ ഓരോ സന്ദർഭത്തിലും ഭർത്താവ് മരിച്ചു, അച്ഛൻ തിരുമേനി മരിച്ചു, എല്ലാവരും പോയിട്ടും കൃഷ്ണൻ ആ കുറൂരിലത്തെ ഒറ്റയ്ക്കായി എന്നാണ്. അപ്പോഴും കൃഷ്ണൻ കൂട്ടിനുണ്ട് എന്ന് തന്നെയാണ്. അങ്ങനെ അവസാന കാലത്ത് വില്ലുമംഗലം സ്വാമിയാരോട് പറഞ്ഞു അത്രേ,
എൻ്റെ ജീവിതം അവസാനിക്കാറായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു കൃഷ്ണൻ തന്നെ വരും കൂട്ടിക്കൊണ്ടു പോവാൻ. അങ്ങനെ സഹസ്രനാമൊക്കെ ജപിച്ച് ഇവരെല്ലാവരും അടുത്തിരുന്ന് ഭഗവാനെ തന്നെ ദർശിച്ചുകൊണ്ടാണ് ക്രൂരമ്മയുടെ മരണം. അതായത് ആ ഒരു കാലഘട്ടത്തില് ഭഗവാൻ തന്നെ വിളിച്ചു വന്ന് ഉണ്ണിക്കുട്ടി, അത് യശോദയും ദേവകി പ്രസവിച്ചു, യശോദ വളർത്തി. ക്രൂരമ്മയ്ക്കും മകൻ തന്നെയായിരുന്നു കൃഷ്ണൻ. കുംഭമാസത്തിലെ രേവതി നക്ഷത്രമാണ്, രോഹിണി നക്ഷത്രമാണ് ക്രൂരമ്മ ദിനമായിട്ട് ഗുരുവായൂർ ആചരിച്ചു പോരുന്നത്. അത് തന്നെ അതൊന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ ദിവസമാണ് ക്രൂരമ്മയുടെ ജനനം. കലികാലത്തിൽ ഉണ്ടായ ഒരു സംഭവം. എന്താ? നിഷ്കാമമായിട്ടുള്ള ഭക്തിയാണ്. എന്ത് ചെയ്താലും ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിച്ച് ചെയ്യും തന്നെ. കൃഷ്ണന്റെ പാദങ്ങളിൽ നമ്മൾ അതന്നെ ശീലിക്കേണ്ടത്. എന്ത് ചെയ്താലും നമ്മളൊരു അമ്പലത്തിൽ വന്ന് തൊഴുതു അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു, ഇതെല്ലാം നമ്മുടേതായിട്ടൊന്നുമല്ല. ഇത് ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിച്ച് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലും ഇതുപോലുള്ള സന്ദർഭത്തിൽ ഭഗവാൻ നമ്മളെ രക്ഷയ്ക്കെത്തും തന്നെയാണ്. കാരണം ആ ഒരു എന്താ പറയാ അനുഭൂതിയിലൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാരുണ്ടാവും. നമ്മൾ പറയാറില്ലേ മിറക്കിൾ സംഭവിച്ചു അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചു. ഭഗവാനെ നേരിട്ട് കാണുന്നില്ല എന്നേ ഉള്ളൂ കലികാലമായതുകൊണ്ട്. പക്ഷെ ഭഗവാന്റെ അദൃശ്യമായിട്ടൊരു കൈകള് നമ്മളിൽ പ്രവർത്തിക്കും തന്നെയാണ്. അത് ഒരുപാട് കഷ്ടങ്ങളിലൂടെയാണ് ക്രൂരമ്മ കടന്നു പോയത്. എന്തൊക്കെ കഷ്ടപ്പാടുണ്ടെങ്കിലും ഭഗവാനോട് ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. നമ്മളെങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ പറയും എന്നോട് ഇത് വരുത്തിയില്ലോ, ഞാനാണല്ലോ ഇങ്ങനെ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് പരാതികൾ മാത്രമേ പറയാനുണ്ടാവുള്ളൂ. പക്ഷേ ക്രൂരമ്മ ഒരു പരാതിയും ഭഗവാനോട് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ഉണ്ണിക്കണ്ണനായിട്ട് മുമ്പിൽ വന്നപ്പോൾ കുഞ്ഞിനെ പോലെ ശാസിച്ച് അപ്പവും പാലും പഴവും ഒക്കെ കൊടുത്ത് ഭഗവാനെ അമ്മയെ പോലെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സ് അവർക്ക് ഉണ്ടായിരുന്നു തന്നെയാണ് ഉണ്ണിക്കണ്ണൻ അവിടെ പ്രീതിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ കുറൂരമ്മയുടെ കഥ, കുറൂരില്ലം അവിടെ ഒരു കൃഷ്ണന്റെ അമ്പലം ഇപ്പോഴും ഉണ്ട്. കുറൂരില്ലൊക്കെ പടിയില്ലൊക്കെ പോയി, പക്ഷെ എന്നാലും കുറൂരമ്മയുടെ ആ ഇല്ലത്തിന്റെ അടുത്ത് ഒരു കൃഷ്ണന്റെ അമ്പലം ഇപ്പോഴും ഉണ്ട്. ആ ഒരു ചെറിയ വിഗ്രഹത്രേ, ആ ബാലഗോപാല വിഗ്രഹമായിരിക്കും. എപ്പോഴെങ്കിലും സമയം കിട്ടുന്ന ഗുരുവായൂർക്ക് പോകുമ്പോൾ കുറൂരില്ലത്തിൽ പോയിട്ടൊന്ന് തൊഴേണ്ടതാണ്. അങ്ങനെ ആ കുറൂരമ്മയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഭഗവാന്റെ രൂപം നമ്മുടെ കണ്ണിന്റെ മുമ്പിലൂടെ ഇങ്ങനെ അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു അമ്മയുടെ സ്നേഹം ഭഗവാന് കൊടുത്ത് ഭഗവാനെ വളർത്തി തന്നെയാണ്. ഇതുപോലെ തന്നെ നമ്മളറിയാം, ഒരു മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഉദ്ദേശം എന്താ? ഈശ്വര സാക്ഷാത്കാരം എന്ന് പറയുക. ഒറ്റ വാക്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞു തീർത്തു. ഈശ്വര സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ എന്താ? ഭഗവാന്റെ പാദങ്ങളിൽ, ഭഗവാൻ തന്നെയാണ് സൃഷ്ടിച്ചത്, അപ്പൊ ഭഗവാനിൽ തന്നെ ലയിക്കുക, മോക്ഷം കിട്ടുക. അതന്നെയാണ് ഈ ഒരു മനുഷ്യജന്മത്തിന് നമ്മൾ നേടേണ്ടത്. അതിനെന്താ? കർമ്മങ്ങൾ ശ്രേഷ്ഠമാവണം. കർമ്മങ്ങൾ ശ്രേഷ്ഠമാവണമെങ്കിൽ എന്താ? മനസ്സ് ശുദ്ധമാവണം, മനസ്സ് നൈർമല്യമാവണം. മനസ്സിനകത്ത് യാതൊരു ദുശ്ചിന്തയും പാടില്ല, ആരെക്കുറിച്ചും ഒന്നും പറയാൻ പാടില്ല എന്ന് പറയുന്നത്, ഒരു കുറ്റം പോലും പറയേണ്ട കാര്യമില്ല. അതുപോലെ എല്ലാ ദിവസവും ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക. നാമം ജപിക്കും എന്താ? നമ്മുടെ മനസ്സ് തന്നെ ശുദ്ധമാവും. മനസ്സ് ശുദ്ധമായി കഴിഞ്ഞാൽ എന്താ പ്രത്യേകത? കണ്ണടച്ചാൽ ഭഗവാന്റെ രൂപം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തെളിയും. നമ്മുടെ മനസ്സിനകത്തുള്ള ചൈതന്യത്തെ നമുക്ക് കാണാൻ പറ്റും തന്നെയാണ്. അപ്പൊ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്താനായിട്ട് ഏറ്റവും എളുപ്പമുള്ള യുഗമാണ് കലിയുഗം. കലിയുഗത്തിൽ ഒരു പ്രത്യേകതയുണ്ട്, നാമസങ്കീർത്തനങ്ങൾ മാത്രം മതി, വലിയ വലിയ യജ്ഞങ്ങളൊന്നും ചെയ്യണ്ട. യജ്ഞങ്ങൾ ചെയ്താലും ഇപ്പൊ കണ്ടില്ലേ, പല സ്ഥലത്തും പൂജകളൊക്കെ നടന്നാലും എല്ലാവരുടെയും ചിന്ത എന്താ? ഇന്ന് എത്ര പേര് ഭക്ഷണം കഴിക്കാൻ വരും, ഈ ഹോമകുണ്ടത്തിന്റെ വീതി എത്രയുണ്ട്, നീളം എത്രയുണ്ട്, ജപിക്കുന്ന ആൾക്കാർ എത്ര പേര് വരും, എത്ര ദക്ഷിണ കൊടുക്കണം, ഇതൊക്കെയാണ് നമ്മുടെ ചിന്ത. ബ്രഹ്മത്തെക്കുറിച്ച് ആരും അവിടെ, ഭഗവാനെ കുറിച്ചുള്ള ചർച്ചകൾ വളരെ കുറവാണ്. സത്യമല്ലേ പറഞ്ഞത്? ഭക്ഷണത്തിന് പായസത്തിന് ഇച്ചിരി മധുരം കൂടി, അല്ലെങ്കിൽ കറികൾ ഇച്ചിരി കുറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ചിന്ത. അപ്പോൾ ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്നതാണ് യജ്ഞം. നമ്മുടെ പൂജാമുറിയിൽ ഇരുന്നുകൊണ്ട് കൃഷ്ണന് 2 തുളസിക്ക് വർദ്ധിച്ചാലും നമേ ഭക്ത്യ പ്രണശ്യതി എന്നാണ്. പത്രം പുഷ്പം ഫലം തോയം ഏമേ ഭക്തിയാ പ്രയച്ഛതി. ആരാണോ എനിക്ക് വെള്ളം ഒരു തീർത്ഥം കൊണ്ട് വെച്ചാൽ മതി, ഭക്തിയോടുകൂടി ആരാണോ സമർപ്പിക്കുന്നത്, അത് അവൻ എനിക്ക് പ്രിയപ്പെട്ടവനാണ്. അത് ഞാൻ വളരെ സന്തോഷത്തോടു കൂടെ സ്വീകരിക്കും തന്നെ ഭഗവാൻ പറഞ്ഞു. അതല്ലേ ആ കുറൂരില്ലത്തിൽ ആരും ഇല്ലാത്ത കുറൂരമ്മയ്ക്ക് രക്ഷയായിട്ട് അവസാനം ഭഗവാൻ തന്നെ കൊണ്ടുപോയി തന്നെയാണ്. വില്ലുങ്കലം സ്വാമിയാർ പല പ്രാവശ്യം അത് അടുത്തറിഞ്ഞിട്ടുണ്ട്. കണ്ണൻ കുറൂരമ്മയുടെ അടുത്തേക്ക് പോകുന്നതും കുറൂരമ്മയുടെ കൂടെ നടക്കുന്നതും ഒക്കെ സ്വാമിയാർക്ക് നന്നായിട്ട് അറിയാം. വില്ലുമംഗലം സ്വാമിയാരുടെ അടുത്തും ഭഗവാൻ വരും. അങ്ങനെ ഈ അവസാനം ഈ കുറൂരമ്മയെ വില്ലുമംഗലത്ത് തന്നെ അടുത്തൊരു മനയുണ്ടാക്കിയിട്ട്, ഒരു വീടുണ്ടാക്കിയിട്ട് അവിടെ താമസിപ്പിച്ചു അത്രേ, ഒറ്റപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഇവരെല്ലാവരും ഈ
പുരൂരമ്മയും ഇന്നുമംഗലം സ്വാമിയരൊക്കെ നമ്മുടെ മുമ്പില് ഈ കലികാലത്തിൽ എന്നുള്ള ദൃഷ്ടാന്തം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഈശ്വര സാക്ഷാത്കാരത്തിന്റെ കാര്യം പറഞ്ഞു. ഭഗവാന്റെ പാതയിലേക്ക് നടന്നു നീങ്ങാൻ മാത്രം എളുപ്പമല്ല. ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ നമ്മൾ കടന്നു പോകണം, എന്നാൽ മാത്രമേ സാധിക്കുള്ളൂ. അതിനൊരു കഥയാണ് ജഡഭരതൻ. എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം ജഡഭരതന്റെ കഥ. ജഡഭരതൻ എന്നുള്ള പേര് എന്തുകൊണ്ടാണ് വന്നത്, ആരാണ് ഭരത മഹാരാജാവ് എന്നൊക്കെ നമുക്ക് നോക്കാം. നാഭി എന്ന് പറഞ്ഞ രാജാവിന് മേരുമതി എന്ന് പറഞ്ഞ മേരുമതി എന്നുള്ള ഭാര്യയ്ക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല. അപ്പോ അദ്ദേഹത്തിന് ചിന്ത എന്താ, പുരുഷാർത്ഥം എന്ന് പറഞ്ഞ സന്താനമാണെന്നാണ്. ഒരു സന്താനത്തിന് എങ്ങനെയെങ്കിലും വേണം. അതിനു വേണ്ടിയിട്ട് തപസ് ചെയ്തു, യജ്ഞങ്ങൾ ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് ഭഗവാൻ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞു, അങ്ങേപോലെ ഒരു നല്ല സന്താനത്തിന് എനിക്ക് വേണം എന്ന് പറഞ്ഞു ഭഗവാൻ. അപ്പൊ പറഞ്ഞു, എന്നെ പോലെ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് എൻ്റെ ഒരു അംശം നിങ്ങളുടെ ഭാര്യയുടെ ഗർഭത്തില് വരും, ഞാൻ മകനായിട്ട് നിങ്ങൾക്ക് പിറക്കും എന്ന് പറഞ്ഞിട്ട് ആ സകല ഭഗവാൻ എന്താ, ഭഗം അസ്യ അസ്തി ഭഗവാൻ, ഐശ്വര്യം, യശസ്, കീർത്തി, വീര്യം, ധൈര്യം, ഇതൊക്കെ ഉള്ള ആളെ നമ്മൾ ഭഗവാൻ എന്ന് പറയാം. ആ ഐശ്വര്യത്തോടു കൂടെ ആ കുട്ടി പിറന്നു. ആ കുട്ടിയുടെ വീര്യവും ധൈര്യവും ഒക്കെ കണ്ടിട്ട് ഋഷഭൻ എന്ന് പേരിട്ടു. ഋഷഭൻ എന്ന് പറഞ്ഞാൽ എന്താ, ശ്രേഷ്ഠൻ എന്നുള്ള അർത്ഥത്തില്. അങ്ങനെ ആ ഋഷഭ മഹാരാജാവ് ധർമ്മിഷ്ഠനായിട്ട് അച്ഛൻ പറഞ്ഞു കൊടുത്തെല്ലാം അതുപോലെ പാലിച്ചിട്ട് കൊട്ടാരത്തിലെ രാജ്യഭരണം ധർമ്മിഷ്ഠനായിട്ട് തന്നെ നടത്തി. എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിരുന്നു. അങ്ങനെ രാജാവ് ഭരിച്ചു. വിശ്വരൂപന്റെ പുത്രിയായിട്ടുള്ള പഞ്ചജനിയെ വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചിട്ട് ഋഷഭദേവന് 100 മക്കളുണ്ടായി എന്ന് പറയുന്നത്. ആ 100 മക്കളില് ആദ്യത്തെ പുത്രനായിരുന്നു ഭരതൻ. അങ്ങനെ ഈ രാജ്യഭരണമൊക്കെ ആയപ്പോ ഈ ഭരത മഹാരാജാവിനെ രാജ്യഭരണം ഏൽപ്പിച്ചിട്ട് ഇദ്ദേഹം മോക്ഷത്തിലേക്ക് തന്നെ പോയി. കാരണം മോക്ഷം നേടിയതാണ്, വാനപ്രസ്ഥത്തിലേക്ക് പോയി. അങ്ങനെ മോക്ഷം ഭഗവാനെ സദാ ചിന്തിച്ചുകൊണ്ട് മോക്ഷത്തിലേക്ക് നടന്നു നീങ്ങിയെന്നാണ്. അപ്പൊ രാജ്യഭരണം ഏറ്റെടുത്തത് ഭരത മഹാരാജാവാണ്. ഭരത മഹാരാജാവും ഭഗവാന്റെ പരമമായിട്ടുള്ള ഭക്തനായിരുന്നു. അങ്ങനെ വിവാഹം കഴിഞ്ഞിട്ട് ഭരത മഹാരാജാവും പഞ്ചജനി വിവാഹം കഴിച്ചിട്ട് അവർക്ക് 5 പുത്രന്മാരുണ്ടായി എന്നാണ്. ഇതിലൊരു ചെറിയ തെറ്റുണ്ട്. ഋഷഭദേവൻ കല്യാണം കഴിച്ചത് ജയന്തിയാണ്. കാരണം ഋഷഭദേവന്റെ നാട്ടില് അദ്ദേഹത്തിന് ഐശ്വര്യം കണ്ടപ്പോ ഇന്ദ്രന് സഹിച്ചില്ല, അല്ലെ? ആരുടെ ഐശ്വര്യം കണ്ടാലും ആ ഐശ്വര്യത്തെ ഇല്ലാതാക്കാനായിട്ട് ഇന്ദ്രൻ ശ്രമിക്കുക. അപ്പൊ എന്ത് ചെയ്തു, അജനാഭം എന്ന് പറയുന്ന ആ രാജ്യത്തിൽ വർഷം മേഘങ്ങളോട് പറഞ്ഞത്ര മഴ പെയ്യിക്കരുത്. അങ്ങനെ ഋഷഭദേവൻ സ്വന്തം യോഗചര്യ കൊണ്ട് അവിടെ മഴ പെയ്യിച്ചു. അങ്ങനെ ഇന്ദ്രനെ അവിടെ തോൽപ്പിച്ചു എന്നാണ്. അങ്ങനെ ഇന്ദ്രൻ ജയന്തിയെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. ആ ജയന്തിയിലാണ് 100 പുത്രന്മാരുണ്ടായത് എന്നാണ്. അല്ല, ആദ്യത്തെ പുത്രനായിരുന്നു ഭരതൻ. അച്ഛൻ്റെ എല്ലാ ശ്രേഷ്ഠ ഗുണങ്ങളും തന്നെ ഒരു മകൻ തന്നെയാണ്. അങ്ങനെ ഭരത മഹാരാജാവാണ് വിശ്വരൂപന്റെ മകളായിട്ടുള്ള പഞ്ചജനിയെ വിവാഹം കഴിച്ചു. 5 പുത്രന്മാരുണ്ടായി. രാജ്യഭരണമൊക്കെ മക്കളെ ഏൽപ്പിച്ചു. ഇനി ഏകാന്തമായിട്ടുള്ള ഭക്തി മതി, വേറൊന്നും എനിക്ക് വേണ്ട, യാതൊരു ചിന്തകളും എന്നെ അലട്ടരുത്, ലൗകികമായിട്ടുള്ള യാതൊരു ചിന്ത എന്നിൽ ഉണ്ടാവരുത് എന്ന് പറഞ്ഞിട്ട് കർമ്മം അനുഷ്ഠിച്ച് തന്നെ രാജ്യഭരണം ചെയ്ത് തന്നെ ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിച്ചിട്ടാണ്. അങ്ങനെയുള്ള വ്യക്തി അതുപോലെ എനിക്കിനി വേണ്ട, യാതൊരു ചിന്തയും വേണ്ട എന്ന് പറഞ്ഞ് കാട്ടിലേക്ക് പോയി. ചക്രനദീ തീരത്തുള്ള പുലഹാശ്രമത്തിൽ അവിടെ ഒരു ആശ്രമം പണിത് അവിടെ ജീവിച്ചു ഒറ്റയ്ക്ക്. സദാസമയം ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പൂജകളും നിവേദ്യമൊക്കെ ചെയ്ത് കായ്കളും ഫലങ്ങളൊക്കെ കാട്ടിന് പറിച്ച് അതൊക്കെ ചെയ്ത് അങ്ങനെ ജീവിച്ചു പോകും. അങ്ങനെ സന്ധ്യാവന്ദനാദികളൊക്കെ കൃത്യമായിട്ട് ചെയ്യും. അങ്ങനെ ഒരു ദിവസം സന്ധ്യാവന്ദനം ചെയ്യുന്ന സമയത്ത് ഇക്കരെ നിന്നിങ്ങനെ വെള്ളത്തിൽ സന്ധ്യാവന്ദനം ചെയ്യുക. അപ്പൊ ആ സമയത്ത് അക്കരെ ഒരു മാൻകുട്ടി വന്നു. പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള ഒരു മാനാണ്. അവിടെ വന്ന് മാൻകുട്ടി വന്ന് വെള്ളം കുടിക്കുന്നതും ഒരു സിംഹത്തിന്റെ ഗർജനം അവിടെ കേട്ടു. ആ സിംഹത്തിന്റെ ഗർജനം കേട്ട് പേടിച്ച് മാൻകുട്ടി പ്രസവിച്ച് ആ തള്ളമാൻ അവിടെ കിടന്ന് മരിച്ചുപോയി പേടിച്ചിട്ട്. ഈ കുഞ്ഞുകുട്ടി, ഈ മാൻകുട്ടി ആ പുഴയിലൂടെ ഇങ്ങനെ ഒഴുകി വന്നിട്ട് ഭരത മഹാരാജാവിന്റെ കയ്യിലാണ് വന്നത്. അപ്പൊ മാനിനെ അങ്ങോട്ട് കോരിയെടുത്തു. കാരണം അതിനെ ഉപേക്ഷിക്കാൻ പറ്റില്ല, അമ്മയില്ലാത്ത മാനാണ്. എന്നിട്ട് മാനിനെ കൊണ്ട് തിരിച്ച് ആശ്രമത്തിലേക്ക് വന്നു. ആശ്രമത്തിൽ വന്നപ്പോ എന്താ സംഭവിച്ചത്? ചിന്ത മുഴുവൻ മാനിനെ കുറിച്ചായി. കാരണം ഇനി ഈ മാൻ എങ്ങനെ ജീവിക്കും, അതിന് ഞാനാണ് എന്നെ സംരക്ഷിക്കുന്നത്, അതിന് ഭക്ഷണം കൊടുക്കണം,
അതിന്റെ കളികൾ കാണണം എന്നൊക്കെ പറഞ്ഞ് മാനിന് വേണ്ടിയിട്ടുള്ള ജീവിതമായി. പിന്നെ മാൻകുട്ടി ഒരു 5 മിനിറ്റ് കണ്ടില്ലെങ്കിൽ ഭയങ്കര വിഷമായി, അതിനന്വേഷിച്ചു പോകും. കാട്ടിലൊക്കെ ഫലങ്ങളൊക്കെ ശേഖരിക്കാൻ പോകുമ്പോൾ ഈ മാനിനെയും കൂടെ അങ്ങോട്ട് കൊണ്ടുപോകും. എവിടെ അത് സിംഹം ആക്രമിക്കാൻ പാടില്ല, ആശ്രമത്തിൽ തന്നെ വിട്ടിട്ട് പോകാൻ പാടില്ല. അപ്പൊ എന്താ സംഭവിച്ചത്? എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ച് കാട്ടിലേക്ക് വന്ന ആൾക്ക് മാനിനോട് വല്ലാത്തൊരു സംഘം തോന്നി. മാൻകുട്ടിയും ഒരു അച്ഛനെ പോലെയാ ഭരതമഹാരാജാവിനെ സ്നേഹിച്ചത്. അങ്ങനെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഹോമകുണ്ടം ചിലപ്പോൾ അശുദ്ധാക്കുത്രേ, പുല്ലൊക്കെ കടിച്ച്. അപ്പോൾ അതിന് ചീത്ത പറയുമ്പോൾ അത് പിണങ്ങി ഒരു മൂലയ്ക്ക് പോയിരിക്കും. കൊമ്പ് കൊണ്ട് ഭരതമഹാരാജാവിന്റെ പുറകിൽ ഇങ്ങനെ കളിക്കൂത്ര. അപ്പൊ ഇതൊക്കെ ഇദ്ദേഹം ഒരു കുഞ്ഞിനെ പോലെ എന്നെ സംരക്ഷിച്ചു. മനസ്സിന് മുഴുവൻ ചിന്തയായി, ഇനി ഞാൻ മരിച്ച ഇതെന്താ ചെയ്യുക, ഇതിന് ആരാ ആഹാരം കൊടുക്കുക, ആരാ ഇതിനെ നോക്കുക, ഈ ചിന്തകൾ മാനിനോട് സങ്കണ്ടായി. അങ്ങനെ മരണം അടുത്ത സമയത്ത് മാൻകുട്ടി ഒരു മകനെ പോലെ അടുത്ത് കണ്ണു നിറഞ്ഞു നിൽക്കേണ്ടത്രേ. അപ്പൊ അകത്തും പുറത്തും മാനിനെ ദർശിച്ചിട്ടാണ് മരിച്ചത് ഭരതമഹാരാജാവ്. അപ്പൊ എന്തായി? അടുത്ത ജന്മത്തില് ഒരു മാനായിട്ട് അവതരിച്ചു. പക്ഷേ പൂർവജന്മത്തിൽ ഭഗവാന്റെ സ്മരണയുണ്ട്. അതുകൊണ്ട് എന്താ കഴിഞ്ഞ ജന്മം എന്തായിരുന്നു എന്ന് ഓർമ്മയുണ്ട്. അപ്പോഴാ മനസ്സിലാലോചിച്ചത്, ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് നടന്നു നീങ്ങിയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഒരു മാനിനോടുള്ള സംഘം കൊണ്ട് ഞാനൊരു മാനായി തീർന്നല്ലോ. അപ്പൊ ഈ ജന്മത്തില് ആരോടും സംഘം ഉണ്ടാവില്ല. ഇനി ഒരു ജന്മം എനിക്ക് ഉണ്ടാവുകയാണെങ്കിൽ ആരോടും സംഘമില്ലാതെ ഈശ്വരന്റെ പാതയിലൂടെ തന്നെ സഞ്ചരിക്കണം. ആ ആത്മസാക്ഷാത്കാരത്തിന്റെ പാതയിൽ നിന്ന് ഒന്നും ഞാൻ വ്യതിചരിക്കില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ജീവിക്കുന്ന സമയത്താണ് അങ്കിരസ് മഹർഷിയുടെ പുത്രനായിട്ട് ഈ ഭരത മഹാരാജാവ് വീണ്ടും ജനിച്ചു. അപ്പൊ മനസ്സിലൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഇനി ആരെന്തൊക്കെ പറഞ്ഞാലും ആരോടും പ്രതികരിക്കില്ല, ആരെയും സ്നേഹിക്കില്ല. അപ്പൊ അങ്ങനെ ഭക്ഷണത്തിന് ശ്രദ്ധയില്ല. എല്ലാം ഒരു ബ്രാഹ്മണ ജന്മാണെങ്കിലും ഉപനയനമൊക്കെ ചെയ്തെങ്കിലും പൂജാതി കാര്യങ്ങളൊന്നും ഒരു ശ്രദ്ധയില്ല. ആരെന്ത് ജോലി പറഞ്ഞാലും ചെയ്യും, ആരോടും മിണ്ടില്ല, ചീത്ത പറഞ്ഞാലും തല്ലിയാലും ഒന്നും മിണ്ടില്ല. അങ്ങനെ ജഡഭരതൻ എന്നുള്ള പേര് വന്നു. ഒരു ജഡത്തെ പോലെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു ജഡത്തെ പോലെ. സംഘം ഉണ്ടാവരുത്, പൂർവ്വജന്മത്തിന്റെ ഒരു സ്മരണ അവിടെയുണ്ട്. അങ്ങനെ ജഡഭരതൻ ആരോടും സംഘമില്ലാതെ ഇങ്ങനെ ജീവിക്കുന്ന സമയത്ത് ഈ ഭരത മഹാരാജാവിന്റെ പുത്രനാണ്, പൂർവ്വജന്മം ഓർമ്മയുണ്ട്. അങ്ങനെ മാനിനോടൊരു സംഘം ഉണ്ടായിട്ടാണ് ഇങ്ങനെ ജഡഭരതനായത് എന്നൊക്കെ മനസ്സിലായി. ഒരു നടക്കുമ്പോൾ പ്രാണികളെയൊക്കെ ഇങ്ങനെ നോക്കൂത്രേ, ഒന്നിനെ ഉപദ്രവിക്കില്ല, കാലൊക്കെ ഇങ്ങനെ വെച്ചാൽ നടക്കും. ആ സമയത്ത് അവിടുത്തെ രാജാവായിരുന്നു രഘൂഗണൻ എന്ന് പറഞ്ഞ രാജാവ് കപില മഹർഷിയെ കാണാനായിട്ട് പോവാണ്. അപ്പൊ പല്ലക്ക് ചുമക്കാനായിട്ട് ഒരാൾ വേണം. ഇദ്ദേഹം എന്താ വയലിലെ കിടന്നുറങ്ങുക, പിണ്ണാക്ക് കഴിക്കും, പുല്ല് കഴിക്കും, എല്ലാം കഴിക്കും. അങ്ങനെ ഒരു യാതൊന്നിനോടൊരു ഇഷ്ടമില്ല. അപ്പോൾ ഭരതനെ പിടിച്ചുകൊണ്ട് വന്നു. ആദ്യം തന്നെ ഒരു ചോരന്റെ രാജാവിന് എന്താ പറയാ, കാളിക്ക് സമർപ്പിക്കാനായിട്ട്, സന്താനം ഉണ്ടാവാനായിട്ട് ഒരു നരബലി വേണം. ആ നരബലിക്ക് വേണ്ടി ജഡഭരതനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല അവിടെ വന്നു ചെമ്പരത്തിമാലയൊക്കെ ഇട്ടിട്ട് കൊല്ലാൻ തയ്യാറായപ്പോൾ ആ ദേവിയുടെ വിഗ്രഹം തന്നെ അനങ്ങിയിട്ട് ജഡഭരതനെ രക്ഷപ്പെടുത്തിയെന്നാണ്. അതായത് ഭഗവാന്റെ ഭക്തന്മാരെ നമയ ഭക്ത പ്രണശ്യതി എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഭക്തൻ ഒരിക്കലും നശിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ ഭരത മഹാരാജാവ് രഘൂഗണ രാജാവിന്റെ പല്ലക്ക് ചുമക്കാനായിട്ട് ജഡഭരതൻ യോഗിക്കപ്പെട്ടു. പല്ലക്കൊക്കെ ചുമന്ന് നല്ല തടിച്ചു കൊടുത്തിട്ടുള്ള ആളെ, നല്ല ശക്തിയൊക്കെ ഉണ്ട്. അപ്പൊ പല്ലക്ക് ചുമന്ന് നടക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. എന്താ? പ്രാണികളൊക്കെ ഉറുമ്പിനെയും പുഴുവിനെയും ഒന്നും ഉപദ്രവിക്കില്ല. അപ്പൊ കാലിങ്ങനെ മറിച്ച് വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പൊ പല്ലക്കിൽ ഇരിക്കുന്ന ആൾക്ക് വലിയ സുഖമൊന്നും ഉണ്ടാവില്ലല്ലോ. ഒരു സൈഡ് മാത്രം തന്നെ അതല്ല. അപ്പൊ രാജാവ് പല്ലക്കിന്റെ ഇടയിൽ കൂടെ നോക്കി എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്താ പല്ലക്ക് ചുമക്കാൻ അറിയില്ലേ? നിങ്ങൾ വല്ലാണ്ട് ക്ഷീണിച്ചാണോ ഇരിക്കുന്നത്? നല്ല നടിയുണ്ട്, കളിയാക്കി പറഞ്ഞു. ക്ഷീണിച്ചാണോ ഇരിക്കുന്നത്? ഞാനിവിടുത്തെ രാജാവാണ്, എന്നെ നേരെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഞാൻ പുറത്തിറങ്ങിയാൽ നിങ്ങളെ ശിക്ഷിക്കും എന്ന് പറഞ്ഞു. ഭരതൻ ഇതൊന്നും ഒരു കൂസലുമില്ല. പിന്നെ രാജാവിന് ദേഷ്യം വന്നിട്ട് പല്ലക്കെന്ന് ചാടി ഇറങ്ങി. എന്നിട്ട് പറഞ്ഞു, എന്നെ നിങ്ങൾ അധിക്ഷേപിക്കുകയാണോ? നിങ്ങൾക്ക് നല്ല ശിക്ഷ ഞാൻ തരും എന്ന് പറഞ്ഞു. അപ്പോഴാണ് ജഡഭരതൻ അവിടെ പ്രതികരിച്ചു. കാരണം ദേഹാഭിമാനം ഇല്ലാത്തൊരാൾക്ക് തടി, മെലിച്ചല്, ദുഃഖം, ആധി, വ്യാധി ഒന്നും ഒരു വിഷയമല്ല. ഞാനും ഒരു രാജാവായിരുന്നു ഒരു കാലത്ത്. അങ്ങയോടുള്ള ഒരു മാനിനോടുള്ള സംഘം കൊണ്ട് ഞാനിങ്ങനെ ജഡത്തെ പോലെ ജീവിക്കുകയാണ് ഈ ജന്മത്തിൽ. അതുകൊണ്ട് അങ്ങ് ജ്ഞാനനായിട്ടും
ഞാൻ ഒരു അജ്ഞാനത്തോടുകൂടി അങ്ങ് ജ്ഞാനി എന്ന പോലെ സംസാരിക്കുക, അങ്ങക്ക് യാതൊരു ജ്ഞാനവും ഇല്ല. എനിക്ക് ദേഹാഭിമാനമില്ല, അതുകൊണ്ട് തടിയും മെലിച്ചിലും വണ്ണവും ദുഃഖവും ആദിയും വ്യാധി രോഗവും എനിക്കൊരു വിഷയമേ അല്ല എന്ന് പറഞ്ഞപ്പോൾ രാജാവ് മനസ്സിലാലോചിച്ചു, ഇത് ആരാണ് ഈ മഹാൻ ഇത്രമാത്രം കാര്യങ്ങൾ പറയുക, ഇതാരാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കാൽക്കൽ നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, അങ്ങ് എങ്ങനെയാണ് ഈ മായയെ ജയിച്ചത്, എനിക്കൊന്ന് ഉപദേശിച്ചു തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഭരതരഘുഗണ സംവാദം ഭാഗവതത്തിൽ ഒരു വലിയ വിഷയം തന്നെയാണ്. അങ്ങനെ പറഞ്ഞു, അയമാത്മാ ബ്രഹ്മ തത്വമസി, ഈ പറഞ്ഞ വാക്യങ്ങളൊക്കെ തത്വമസി, അത് നീയാകുന്നു, അയമാത്മാ ബ്രഹ്മ, ഈ ആത്മാവ് നീയാകുന്നു എന്ന് പറയുന്ന ഈ ഉപനിഷത്ത് വാക്യങ്ങളൊക്കെ എന്താ സൂചിപ്പിക്കുന്നത്? സർവം ബ്രഹ്മമയം എന്നാണ്. സകല ചരാചരങ്ങളിലും ഭഗവാനെ ദർശിക്കുക, എല്ലാ ജീവജാലങ്ങളും ഭഗവാന്റെ സൃഷ്ടിയാണ്. അതുപോലെ വാസുദേവനിൽ മനസ്സുറയ്ക്കണം എന്ന് പറഞ്ഞു. വാസുദേവനിൽ മനസ്സുറയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇതുപോലുള്ള സത്സംഗങ്ങൾ തന്നെയാണ്. ഇതുപോലെ സത്സംഗങ്ങളിലൂടെ മാത്രമേ അത് സാധിക്കുള്ളൂ. ഭഗവാൻ എടുത്തെടുത്തെടുത്ത് പറയുന്നുണ്ട്. സത്സംഗങ്ങൾ കേൾക്കാൻ വരിക, ഇതുപോലെ കഥകൾ കേൾക്കുക. ജഡഭരതന്റെ ഇപ്പൊ കഥ ഞാൻ പറഞ്ഞു, നിങ്ങളുടെയൊക്കെ മനസ്സിൽ ജഡഭരതനുണ്ട് അല്ലേ, ഭഗവാനുണ്ട്. അപ്പൊ എങ്ങനെ ജഡഭരതൻ എന്നുള്ള പേര് വന്നു, എങ്ങനെ ഈശ്വര സാക്ഷാത്കാരത്തിന് മാറി, ഒരു സംഘം ഉണ്ടായി. നമുക്കൊക്കെ ഉള്ള പ്രശ്നം, ഒരു സുഹൃത്തുണ്ടെങ്കിൽ സുഹൃത്തിനോട് സംഘം തോന്നും, മക്കളുണ്ടെങ്കിൽ മക്കളോട് സംഘം തോന്നില്ലേ? എന്തുകൊണ്ട് അവൻ എനിക്ക് വേണ്ടി ചെയ്തില്ല, എന്തുകൊണ്ടാണ് അവൻ എന്നെ വിളിക്കാത്തത്? അപ്പൊ നമ്മളെന്താ, നമ്മുടെ കർത്തവ്യം കൃത്യമായിട്ട് ചെയ്യാം, പക്ഷെ സംഘമില്ലാതെ ജീവിക്കുക, അതിനാണ് നമ്മൾ പരിശീലിക്കേണ്ടത് തന്നെയാണ് ജഡഭരതന്റെ കഥ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ പറഞ്ഞു, വാസുദേവനിൽ മനസ്സുറയ്ക്കണം. എല്ലാവരിലും വസിക്കുന്നവൻ വാസുദേവൻ, എല്ലാവരെയും വസിപ്പിക്കുന്നവൻ വാസുദേവൻ എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാ വാസുദേവനിൽ ഭക്തി ഉറയ്ക്കാം? സത്സംഗങ്ങളിലൂടെ മാത്രമേ ഉറയ്ക്കുള്ളൂ. നിത്യം ഭഗവാന്റെ നാമം ജപിക്കുക. ഒരു പക്ഷേ ആദ്യം നമ്മൾ നാമം ജപിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധയൊന്നും ഉണ്ടായെന്ന് വരില്ല, ശ്രദ്ധ ഇങ്ങനെ മാറി മാറിപ്പോവും. പക്ഷേ ഒരു ദിവസം 5 മിനിറ്റ് 10 മിനിറ്റ് അങ്ങനെ ആ നാമജപത്തിന്റെ ആ ഏകാഗ്രത കൂട്ടിക്കൊണ്ട് വന്നാൽ പിന്നെ നമുക്കും അതുപോലെ ജപിക്കാൻ പറ്റും തന്നെയാണ്. കുറൂരമ്മയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട പോലെ ഭഗവാന്റെ കൈകൾ നമ്മളിൽ പ്രവർത്തിക്കും. കൃഷ്ണൻ നമ്മുടെ മുമ്പിൽ നേരിട്ട് വരില്ല, പക്ഷെ എന്താ, ഭഗവാന്റെ കൈകളിലൂടെ പല സന്ദർഭങ്ങളിലും നമ്മളെ രക്ഷപ്പെടുത്തും തന്നെയാണ്. എന്തൊക്കെ സങ്കടങ്ങളുണ്ടോ അതൊക്കെ ആ കാൽക്കന് സമർപ്പിക്കുക. അതന്നെയാണ് കുറൂരമ്മ ചെയ്തത്. ജഡഭരതൻ ഈ ഒരു സത്സംഗം കൊണ്ട്, രഘുഗണ രാജാവിന് ജഡഭരതന്റെ ഒരു സത്സംഗം കൊണ്ട് എന്താ സംഭവിച്ചത്? രാജാവിനും മോക്ഷം കിട്ടിയത് തന്നെയാണ്. ഇതൊക്കെ ഈ സത്സംഗങ്ങള് ഒക്കെ നമ്മൾ കൊണ്ടെത്തിക്കുന്നത് ഭഗവാന്റെ ചിന്തകളിലേക്കാണ്. ഇത്രയും ഒരു മണിക്കൂർ നമ്മൾ ഭഗവാന്റെ കഥകൾ കേട്ടിരിക്കുക. ഇനി ആരോടെങ്കിലും സംഘം വരുമ്പോൾ നമുക്ക് അപ്പോൾ ഓർമ്മ വരും ജഡഭരതന്. മാനിനോടുള്ള സംഘമുണ്ട്, പൂച്ചയോടുള്ള സംഘം, മാനിനോടുള്ള സംഘം, സുഹൃത്തുക്കളോടുള്ള സംഘം, മക്കളോടുള്ള സംഘം. ഇതൊക്കെ നമ്മളെപ്പോഴും പറയില്ല, ഇന്ന് നീ എന്താ എന്നെ വിളിക്കാത്തത്? ചോദിക്കുന്ന ചോദ്യമാണ്. നമ്മൾ എന്നൊരാളെ കോൾ എക്സ്പെക്ട് ചെയ്യും, അത്ര ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്തല്ല. അപ്പൊ ചോദിക്കുക, എന്താ എന്നെ വിളിക്കാത്തത്? അയാൾ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട്, സംസാരിച്ചില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട്. ഇതൊക്കെ എല്ലാ മനുഷ്യർക്കും ഉണ്ട്, ഈ ഇരിക്കുന്ന എന്നിലും ഉണ്ട്. പക്ഷെ ഇതിലൊരു മാറ്റം ഉണ്ടാവണം. അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുമ്പോൾ ആലോചിച്ചപ്പോൾ മനസ്സിൽ സന്തോഷം മാത്രമേ പിന്നെ ഉണ്ടാവുള്ളൂ, അവിടെ ദുഃഖത്തിന് സ്ഥാനമില്ല. ആ സന്തോഷം ഉണ്ടായി മനസ്സ് ശുദ്ധമാകുമ്പോൾ കൃഷ്ണന്റെ രൂപം കണ്ണടച്ചാൽ ഭഗവാന്റെ രൂപമായിരിക്കും മനസ്സിൽ. അല്ലെങ്കിൽ നമ്മൾ ആരെയാണ്, 30 മുക്കോടി ദേവന്മാരുണ്ട്, ആരെ വേണമെങ്കിൽ പ്രാർത്ഥിക്കാം. ഈ ചൈതന്യം, ഭഗവാന്റെ ചൈതന്യം നമ്മുടെ അകത്തുണ്ട് എന്നല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വാക്ക് ശ്രേഷ്ഠമാവും, നമ്മുടെ കർമ്മം ശ്രേഷ്ഠമാവും, ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശ്രേഷ്ഠമാവും. വെള്ളം കുടിക്കുകയാണെങ്കിലും ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യും. ഇന്നത്തെ ആഹാരം എനിക്ക് തന്നത് ഭഗവാനാണ്, നമ്മുടെ മിടുക്കൽ. നമ്മളെന്താ പറയാ, കർത്താവ് ഞാൻ തന്നെയാണ്, ഭോക്താവും ഞാൻ തന്നെയാണ്, ഇത് ഞാൻ തന്നെ ഉണ്ടാക്കുന്നത്, ഞാനില്ലെങ്കിൽ ഇവിടെ ഒരു കാര്യവും നടക്കില്ല എന്നൊക്കെ നമ്മുടെ ചിന്ത നമ്മുടെ മനസ്സിലൂടെ പോകും. ഈ ചിന്തകളൊക്കെ മാറി ഭഗവാന്റെ ഒരു കാരുണ്യം നമ്മളിൽ പ്രവർത്തിക്കുന്നത് തന്നെയാണ് ഈ ജഡഭരതന്റെ കഥ നമ്മളെ പഠിപ്പിക്കുന്നത്. ഭാഗവതത്തിലെ ഓരോ കഥകളും അതിലെല്ലാം തത്വങ്ങളുണ്ട്. കഥയുടെ രൂപത്തിൽ പറയുമ്പോൾ എന്താ, ഈ സംഘം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഇനിയിപ്പോൾ വരും. ആരോടാണെങ്കിലും, ഭർത്താവിനോടായിക്കോട്ടെ, മക്കളോടായിക്കോട്ടെ, സുഹൃത്തുക്കളോടായിക്കോട്ടെ, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വസ്തുവിനോടായിക്കോട്ടെ, ഒരു സാധനം നമുക്ക് വളരെ നമ്മൾ പൊസസീവാന്ന് പറയും, ആ ഒരു സാധനം കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു സങ്കടം. ഇതൊക്കെ ഇവിടെ എനിക്ക് ഏറ്റവും അത്ഭുതമായിട്ട് തോന്നുന്നത്, ഇവിടെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാളിരിക്കുന്നുണ്ട്, ശ്രീലക്ഷ്മി.
ഇയാൾ ഇപ്പോഴേ കേൾക്കുക ഈ കഥ. അതിനൊരു താല്പര്യം ഉണ്ടാവുക. അയാളുടെ പ്രായത്തിൽ എത്ര കുട്ടികൾ ഇവിടെ ഉണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ആരെങ്കിലും ഇവിടെ വന്നിരിക്കും? ഇല്ല. അതായത് അങ്ങനെ ഒരു ജന്മം, മനസ്സിലൊരു ഭഗവാന്റെ ഒരു നാമങ്ങളും ആ ഒരു രീതിയിലേക്ക് പോകണമെന്ന ആഗ്രഹമുള്ള ഒരാൾക്ക് മാത്രമേ ഇതൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കുള്ളൂ എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ എത്ര കുട്ടികൾ ഇവിടെ ഉണ്ട്. അതായത് ഈ ഒരു പ്രായത്തില് ഏറ്റവും നല്ലൊരു പ്രായമാണ് അയാൾക്ക് മനസ്സിലാക്കാൻ. നമ്മളൊക്കെ കുറെ പ്രായമായിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അയാൾ ഇപ്പോഴേ ഇങ്ങനെ ഒരു ചിന്തയിലൂടെ പോവുകയാണെങ്കിൽ ഒരു ദുഃഖവും ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് തന്നെയാണ്. ജഡഭരതൻ ഇനി നാരായണ മന്ത്രം നമ്മൾ പറയും എന്തിനാ ജപിക്കുന്നത്, ജപിച്ചോണ്ട് എന്താ പ്രയോജനം, 10 മിനിറ്റ് ജപിച്ചാൽ നമുക്ക് എന്താ കിട്ടുക, ഭഗവാൻ വരുമോ എന്റെ വിശപ്പടക്കാൻ, അല്ലെങ്കിൽ എനിക്ക് ജോലി ചെയ്യണ്ടേ എന്നിട്ട് ഒരുപാട് പരാതികൾ നമ്മളോട് പറയും. നമുക്ക് അജാമിളന്റെ കഥ അതല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു നല്ല കുടുംബത്തിൽ അജാമിളൻ ജനിച്ചത്, നല്ലൊരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു. ഒരു ദിവസം ചമത ശേഖരിക്കാനായിട്ട് കാട്ടിലേക്ക് പോയി. അവിടെ ഒരു വേശ്യാസ്ത്രീയായിട്ട് സംഘം ഉണ്ടായി. ആ വേശ്യാസ്ത്രീയെ കണ്ടപ്പോ വീടൊക്കെ മറന്നു. ഒരു സ്ത്രീ മൂലം സ്ത്രീയോട് വളരെ അടുപ്പം തോന്നി. ഒരു ചീത്ത സ്ത്രീയാണ്, പക്ഷെ അതിനോട് അടുപ്പം തോന്നി. അങ്ങനെ ആ സ്ത്രീയുടെ കൂടെയായി പിന്നെ ജീവിതം. സ്വന്തം വീടും കുടുംബവും ഒക്കെ മറന്നു, എല്ലാവരെയും മറന്നു. പിന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നതും പ്രവർത്തിക്കുന്നതും ജീവിക്കാനുള്ള സാഹചര്യം ഇല്ലാണ്ട് കുറ്റങ്ങൾ ചെയ്തു തുടങ്ങി, കള്ളത്തരങ്ങൾ ചെയ്തു തുടങ്ങി. ഈ സ്ത്രീയുടെ കൂടെയാണ് ജീവിതം. കുറെ മക്കളും അവർക്കുണ്ടായി. അതിലേറ്റവും ഇളയ പുത്രന് നാരായണ എന്ന് പേരിട്ടു. നാരായണ നാരായണ എന്ന് പറഞ്ഞിട്ട് പണ്ടൊക്കെ നമ്മൾ വീട്ടിലെല്ലാം മക്കൾക്ക് ഭഗവാന്റെ ദൈവങ്ങളുടെ പേരായിട്ട്. കാരണം എന്താ വെച്ചാൽ വിളിക്കുമ്പോൾ നാരായണ. ആ കുട്ടിയെ വലിയ ഇഷ്ടമായിരുന്നു അത്ര. എന്നാ ഭഗവാന്റെ ഓർമ്മയൊന്നുമില്ല. പക്ഷെ ഈ കുട്ടിയെ എപ്പോഴും നാരായണ നാരായണ എന്ന് വിളിച്ച് കുസൃതികളൊക്കെ ആസ്വദിച്ച് അങ്ങനെ നാരായണ നാരായണ എന്ന് വിളിച്ച് തന്നെ അജാമിളന്റെ മരണസമയത്ത് യമകിങ്കരന്മാര് വന്നു. കാരണം ദുഷ്പ്രവർത്തികളാണ് ചെയ്തേക്കുന്നത്. ദുഷ്പ്രവൃത്തികൾ ചെയ്തപ്പോ യമകിങ്കരന്മാര് 4 പേര് വന്നിട്ട് കൊണ്ടുപോകാൻ തയ്യാറായിട്ട് വരിക. അപ്പൊ യമകിങ്കരന്മാരെ കണ്ട് പേടിച്ചിട്ട് വീണ്ടും വിളിച്ചു നാരായണ നാരായണ. അപ്പോ വൈകുണ്ഠത്തില് ഭഗവാൻ ആ വിളി കേട്ടു എന്നാണ് നാരായണ. അപ്പൊ ഉടനെ വിഷ്ണു പാർഷദന്മാരങ്ങോട്ട് അയച്ചു. വിഷ്ണു പാർഷദന്മാര് വന്നിട്ട് യമകിങ്കരന്മാരെ തടഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഒരുപാട് ദുഷ്ടപ്രവർത്തികൾ ചെയ്തിട്ട് സ്വന്തം കുലത്തെ മറന്ന് ഒരു വേശ്യാസ്ത്രീയുടെ കൂടെ ജീവിച്ച ഒരാളാണ്. അങ്ങനെയുള്ള ഒരാളെ എന്തിനാണ് നിങ്ങൾ രക്ഷപ്പെടുത്തുന്നത്? അങ്ങനെയുള്ള രക്ഷപ്പെടുത്തേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞങ്ങൾ അനുവദിക്കൂ, യമലോകത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾ അനുവദിക്കൂ എന്നാണ് പറഞ്ഞത്. അപ്പോ വിഷ്ണു പാർഷദന്മാര് പറഞ്ഞത്രേ, ഒരു പ്രാവശ്യമെങ്കിലും ഭഗവാന്റെ നാമം ഉച്ചരിച്ച ഒരാള്, ഭഗവാന്റെ പാതയിലൂടെ സഞ്ചരിച്ച ആള് ഒരിക്കലും നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇയാളെ കൊണ്ടുപോകാൻ സാധ്യമല്ല എന്ന് പറഞ്ഞിട്ട് ഈ വിഷ്ണു പാർഷദന്മാർ അയാളെ രക്ഷപ്പെടുത്തി. പിന്നെ ആ ജന്മം ജീവൻ കിട്ടി. വീണ്ടും ഭഗവാന്റെ സേവയിലെ ഈശ്വരനാമത്തില് അജാമിളൻ ജീവിതം തീർത്തു. അപ്പൊ യമകിങ്കരന്മാരെ ഓടി വന്നിട്ട് യമദേവനോട് പറഞ്ഞു അത്രേ, ഞങ്ങൾ വിചാരിച്ചു ജനനവും മരണമൊക്കെ തീരുമാനിക്കുന്ന അങ്ങാണ്, അങ്ങനെയൊക്കെയാണ് ശക്തി എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എന്തുകൊണ്ടാണ് വിഷ്ണു പാർഷദന്മാർ ഇത്രയും ദുഷ്ടപ്രവർത്തി ചെയ്ത് അയാളെ പറഞ്ഞ് കൊണ്ടുവരാൻ സമ്മതിച്ചില്ലല്ലോ, അങ്ങ് ഇതൊന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ അപ്പൊ പറഞ്ഞു, നാരായണ മന്ത്രം കൊണ്ട്, നാരായണ നാമം കൊണ്ട് ദുരാശയസ്യാപി തദാസ്യ നിർഗത ത്വദീയ നാമാക്ഷര മാത്ര വൈഭവാന്ന് മേൽപ്പത്തൂർ നാരായണീയത്തിൽ പറയും. ദുരാശയനാണെങ്കിലും അയാളുടെ മുഖത്ത് നിന്ന് വന്നിട്ടുള്ള ആ നാരായണ ശബ്ദത്തിന്റെ വൈഭവാത്, നാരായണ ശബ്ദത്തിന്റെ വൈഭവം കൊണ്ട് നാരായണ നാരായണ എന്ന് അവസാന കാലത്ത് വിളിച്ചു. അന്തേ നാരായണ സ്മൃതി എന്നാണ്. അങ്ങനെ നാരായണ സ്മൃതി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കണം. ഒന്നും ചെയ്യാതെ ഒരു ദിവസമൊന്നും ഭഗവാന്റെ ഓർമ്മയിലോട്ട് നമ്മൾ മരിക്കില്ല. നമുക്ക് ഭാഗ്യം ജനിക്കുമ്പോഴല്ല, മരിക്കുമ്പോഴാണ് ഭാഗ്യം വേണ്ടത്. എവിടെയാ ഭാഗ്യം വേണ്ടത്? കൃഷ്ണന്റെ നാമം നാരായണ നാരായണ എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഭഗവാനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് മരിക്കാൻ ഒരു യോഗം ഉണ്ടാവും. ആ സമയത്ത് ഭഗവാൻ നമ്മളെ വന്ന് കൂട്ടിക്കൊണ്ടുപോകും എന്നാ പറയുന്നത്. പ്രത്യേകിച്ച് ഐസിയുലൊക്കെ കിടന്ന് ബോധമില്ലാത്തൊരവസ്ഥയിൽ മരിക്കേണ്ട ഒരു അവസ്ഥ ഇല്ലാതിരിക്കുകയാണ്. ആ അവസാന കാലത്ത് നാരായണ മന്ത്രം മനസ്സിൽ ഓർമ്മ വേണമെങ്കിൽ സദാസമയം നാരായണ നാമം പ്രാർത്ഥിക്കാനായിട്ട് കുറച്ച് സമയം നമ്മൾ കണ്ടെത്തുക തന്നെ വേണം. ഭഗവാന് വേണ്ടി മാറ്റിവെക്കാൻ കുറച്ച് സമയം കണ്ടെത്തിയാൽ മാത്രമേ നാരായണ നാമം നമ്മുടെ മുമ്പിൽ വരുള്ളൂ. അജാമിളന്റെ കഥ അതന്നെ നമ്മളെ പഠിപ്പിക്കുന്നു. മേൽപ്പത്തൂര് പറഞ്ഞത് അതന്നെ,
ദുരാശേഷ്യാവി തദാസ്യ നിർഗത ത്വദീയ നാമാക്ഷര മാത്ര വൈഭവാദ. അങ്ങയുടെ നാമത്തിന്റെ വൈഭവം കൊണ്ട് വിഷ്ണുവാർഷകന്മാരെ അയാൾ രക്ഷപ്പെടുത്തിയിരുന്നു. അങ്ങനെ അജാമിളൻ പിന്നെയുള്ള സമയം മനസ്സിനെ തിരുത്തി ഭഗവാൻ ഈശ്വര സേവയിൽ മുഴുകിയിട്ട് ഒരു മോക്ഷം തന്നെ അജാമിളന് കിട്ടിയിരുന്നു. അപ്പൊ കലികാലത്ത് നമ്മളെ പോലുള്ള ആൾക്കാർക്ക് ഒരു രക്ഷ ഏതേ ഉള്ളൂ? ഭഗവാന്റെ നാമങ്ങളും പാദങ്ങളും. ആ പാദങ്ങളെ ആശ്രയിക്കൽ മാത്രമേ നമുക്കൊരു രക്ഷയായിട്ടുള്ളൂ തന്നെയാണ് ഓരോ കഥകളും. ഭാഗവതം വായിക്കുമ്പോൾ ഭാഗവതത്തിൽ ഓരോ കഥകളും നമ്മളെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഭാഗവതത്തിന്റെ ഒരു എന്താ പറയാ, ഒരു രസം തന്നെ എന്താ? ഭക്തിയാണ്. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? ഭഗവാനോടുള്ള പരമമായിട്ടുള്ള പ്രേമമാണ് ഭക്തി എന്ന് കപിലോപദേശത്തില് കപില നമ്മോട് പറയുന്നുണ്ട്. അതായത് സ്വന്തം സ്വരൂപത്തെ തിരിച്ചറിയാം. എൻ്റെ അകത്ത് വിളങ്ങുന്ന ആ ഈശ്വരനെ തിരിച്ചറിയാം. ആ ഈശ്വരനെ തിരിച്ചറിയുമ്പോൾ ഞാനും നിങ്ങളും ഒരേ ഭഗവാന്റെ സൃഷ്ടിയാണെന്ന് അറിഞ്ഞാൽ പിന്നെ നമ്മൾ ആരെങ്കിലും ഉപദ്രവിക്കുമോ? ആരെങ്കിലും നമ്മൾ കുറ്റം പറയോ? വിശക്കുന്നവനത്തിന് ഭക്ഷണം കൊടുക്കില്ലേ? ആ എല്ലാവരും നമ്മൾ സംരക്ഷിക്കും. സകല ജീവജാലങ്ങളെയും നമ്മൾ സംരക്ഷിക്കും തന്നെയാണ്. ഇതാണ് അജാമിളന്റെ കഥ നമ്മളെ പഠിപ്പിക്കുക. ജഡഭരതനും അജാമിളനും നമ്മൾ ഇന്ന് പഠിക്കും. കുന്തിദേവി എന്താ പറഞ്ഞ ഭഗവാനോട്? വിപദസന്തുന ശശ്വത് തത്ര തത്ര ജഗദ്ഗുരോ ഭവതോ ദർശനം യസ്യാദ പുനർഭവ ലക്ഷണം എന്ന് പറഞ്ഞു. ഭഗവാനെ എത്ര ആപത്തുകളെ വേണമെങ്കിൽ തന്നോളൂ എന്നാണ്. കൃഷ്ണൻ മകന്റെ സ്ഥാനമാണ് കുന്തിദേവിക്ക്. കൃഷ്ണനെ മഹാഭാരത യുദ്ധം ചെയ്തിട്ട് കൃഷ്ണൻ കുന്തിദേവിയെ കാണാനായിട്ട് വന്നപ്പോൾ ആദ്യം ഭഗവാനെ ചെന്ന് വാരി കെട്ടിപ്പിടിക്കരുത്. മകനാണ്, മകന്റെ സ്ഥാനാണ്. എന്നിട്ട് പറഞ്ഞു, എൻ്റെ മക്കളെ അങ്ങ് പല സന്ദർഭങ്ങളിലും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ സ്വന്തം അമ്മയോടുള്ളതിനേക്കാൾ അങ്ങ് എന്നോട് കരുണ കാട്ടിയിട്ടുണ്ട് ഭഗവാന്. അതുകൊണ്ട് വിപദസന്തുനശ്വത് എല്ലാ കാലത്തും എനിക്ക് ആപത്തുകളെ തന്നോളൂ. അങ്ങയുടെ ദർശനം ലഭിക്കുമെങ്കിൽ, അങ്ങന്റെ കൂടെ ഉണ്ടാവുമെങ്കിൽ എല്ലാ കാലത്തും എനിക്ക് ആപത്തുകളെ തന്നോളൂ ഭഗവാനെ. എനിക്ക് ആപത്തുകളെ പേടിയില്ല എന്നാണ് കുന്തിദേവി പറഞ്ഞത്. ഈ പുഴകളൊക്കെ, എല്ലാ പുഴകളും സമുദ്രത്തിൽ ചെന്ന് ലയിക്കും. അതുപോലെ അങ്ങയിൽ വിലയം പ്രാപിക്കാനായിട്ട് ഞാൻ അങ്ങനെ വെമ്പി നിൽക്കുകയാണ്. അങ്ങ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ആപത്തുകളെ പേടിയില്ല. നമുക്ക് ഇത്ര ധൈര്യമായിട്ട് നമുക്ക് ഭഗവാനോട് പറയാൻ സാധിക്കുമോ? ആപത്തുകളെ തന്നോളൂ ഭഗവാൻ, അങ്ങണ്ട് രക്ഷപ്പെടുത്താൻ. പക്ഷെ നമുക്കൊക്കെ എന്താ, ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴത്തേക്കും അതൊരു ബുദ്ധിമുട്ടാണ്, നമുക്ക് സഹിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഭഗവാന്റെ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ, ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഒരു പ്രതിസന്ധി നമ്മൾ തരണം ചെയ്യും. എല്ലാവർക്കും ഉണ്ടല്ലോ ദുഃഖങ്ങൾ. ആ ദുഃഖത്തിനൊക്കെ ഒരു ശാന്തി ഉണ്ടാവും തന്നെയാണ് ഈ കഥകളൊക്കെ. ഭാഗവതത്തിലുള്ള എല്ലാ കഥകളും നമ്മളെ പഠിപ്പിക്കുന്നത് അത് തന്നെയാണ്. അപ്പൊ ജഡഭരതൻ, അജാമിളൻ, കുന്തിദേവിയുടെ കുന്തി സ്തുതിയൊക്കെ എനിക്ക് അങ്ങയെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഈ ലൗകിക ജീവിതത്തിൽ ഇങ്ങനെ ജീവിക്കുന്ന എനിക്ക് എങ്ങനെ അങ്ങയെ മനസ്സിലാവാം? കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ എന്ന് പറഞ്ഞിട്ടാണ് കുന്തി സ്തുതി തുടങ്ങുന്നത്. ഭഗവാനെ സ്തുതിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. എന്നിട്ട് കൃഷ്ണനെ കെട്ടിപ്പിടിച്ചു എന്നാണ്, അതായത് സ്വന്തം പുത്രവാത്സല്യത്തോടുകൂടെ. അപ്പൊ ആ ഓരോ സന്ദർഭങ്ങളിൽ ധർമ്മത്തിന്റെ കൂടെയാ ഭഗവാൻ ഉണ്ടായത്. എന്താ ഭഗവാൻ പറഞ്ഞേക്കണേ? യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സുജാമ്യഹം. എപ്പോഴൊക്കെ ധർമ്മത്തിന് ചുതിയുണ്ടായി, അധർമ്മം ഇങ്ങനെ തഴച്ചു വളരുന്നുണ്ടോ, ആ സമയത്തൊക്കെ ഞാൻ അവതരിക്കും തന്നെയാണ്. അത് ഈ കലികാലത്തിലും അത് ബാധകമാണ്. നമ്മുടെ മുമ്പിലൂടെ കൃഷ്ണൻ വരുന്നില്ല എന്നേ ഉള്ളൂ, പക്ഷെ പലപ്പോഴും നമ്മളെ സഹായിക്കാനായിട്ട് ഭഗവാന്റെ കൈകൾ നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ട് തന്നെയാണ്. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം നമ്മൾക്കൊക്കെ ഉണ്ടാവട്ടെ. ഇനി എല്ലാ 30 വ്യാഴാഴ്ചയും ഇതുപോലെ കഥകൾ കേൾക്കാനൊരു സന്ദർഭം നമുക്കിവിടെ ഭഗവാൻ ഒരുക്കി തന്നിട്ടുണ്ട്. ഇതിങ്ങനെ കേൾക്കുമ്പോൾ ഇത് തന്നെ ശ്രവണം കീർത്തനം കേൾക്കുന്നത് തന്നെ ഒരു പുണ്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഇത് കേട്ടു, ഈ കഥകളെ അനുസന്ധാനം ചെയ്യുക, ഇതിന്റെ സന്ദർഭങ്ങളൊന്ന് വായിച്ചു നോക്കുക. കഥ കേട്ടു, ഈ ചെവിയിലൂടെ കേട്ട് ഈ ചെവിയിലൂടെ കളയല്ല, അതിന് തത്വങ്ങൾ ഉൾക്കൊണ്ട് എന്നും ഒരു ഈശ്വര സ്മരണയോടെ ജീവിക്കാനുള്ളൊരു ജന്മം, അങ്ങനെ ഒരു അച്ഛൻ്റെ അമ്മയുടെ കുട്ടിയായിട്ട് പറക്കാൻ പറ്റുക, അങ്ങനെ ഒരു കുടുംബാന്തരീക്ഷത്തിൽ ജനിക്കുക. നിരീശ്വരവാദിയായിട്ട് ജനിക്കുകയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈശ്വര സ്മരണയോടുകൂടെ ജനിക്കുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു ഫലം
ഭഗവാൻ തരും തന്നെയാണ്. കുന്തിദേവിയും ജഡഭരതനും അജാമിളനും ഒക്കെ നമ്മൾ പഠിപ്പിക്കുന്നത് തന്നെ. അപ്പൊ നാരായണ മന്ത്രത്തിന്റെ ഒരു പ്രസക്തി നമുക്കൊന്നും വലിയ വലിയ ശ്ലോകങ്ങളൊന്നും പറയാൻ അറിയില്ലെങ്കിലും ഓം നമോ നാരായണായ എന്ന് ജപിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ജപിക്കാനും നമുക്ക് ബുദ്ധിമുട്ടില്ല. ഓം നമോ നാരായണായ മാത്രം നമ്മൾ ഒരു ദിവസം 108 പ്രാവശ്യം 111 പ്രാവശ്യം ഏകാഗ്രമായിട്ടൊന്ന് ജപിച്ചു നോക്കും. ആദ്യം ഏകാഗ്രത കിട്ടില്ല, പിന്നെ പതുക്കെ കിട്ടിത്തുടങ്ങും. അങ്ങനെ ഒരു ശീലം ഇല്ലാന്നുണ്ടെങ്കിൽ ഇനി അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇരുന്ന് ജപിക്കുക ഓം നമോ നാരായണായ, ഓം നമ ശിവായ. സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമൊക്കെ വലിയ വലിയ നാമങ്ങളാണ് ഭഗവാന്റെ. നമുക്ക് ജപിക്കാൻ പറ്റുന്നില്ല, നമുക്ക് സമയമില്ല, ഒരു 15 മിനിറ്റ് എടുക്കും, ഇരുന്ന് വായിക്കാൻ പറ്റില്ല എന്നൊക്കെ ആണെങ്കിൽ ഓം നമോ നാരായണായ ഇരിക്കുമ്പോഴോ കിടക്കുമ്പോഴോ നടക്കുമ്പോഴോ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ജപിക്കാം തന്നെയാണ്. ഇതൊക്കെ നമ്മുടെ രക്ഷയ്ക്ക് ഒരു കവചം പോലെ നമ്മുടെ രക്ഷയ്ക്ക് നമ്മുടെ മുമ്പിലെത്തും തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ വീടിനടുത്തൊക്കെ ഒരു അമ്പലമുണ്ട്, അതൊക്കെ നമ്മുടെ ഒരു അനുഗ്രഹം. അത് കൃഷ്ണൻ്റെ തന്നെ അമ്പലമുണ്ട്, ദേവിയുടെ അമ്പലമുണ്ട്, എല്ലാം ഈ തൃപ്പൂണിത്തറ എന്ന് പറയുന്നത് തന്നെ അമ്പലങ്ങളുടെ ഒരു ഈ ഞാൻ ജനിച്ചത് തൃശ്ശൂരാണ്. അപ്പൊ തൃശ്ശൂര് അമ്പലങ്ങളുടെ ഒരു നാടാണ് തൃശ്ശൂര്. എൻ്റെ വീടിനടുത്തൊക്കെ എന്നും അമ്പലത്തിൽ പോകുന്ന ഒരു വടകുടുംബ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ പോയി ദർശനം ചെയ്തിട്ടേ ഉള്ള ഒരു ദിവസം തുടങ്ങുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് എന്തായാലും പോയിരിക്കും. അങ്ങനെ ആ ഒരു അന്തരീക്ഷം തൃപ്പൂണിത്തറയിൽ കണ്ടതുകൊണ്ടാണ് ഞാൻ തൃപ്പൂണിത്തറയിൽ താമസിക്കാൻ തുടങ്ങി. തൊട്ടടുത്ത് നോക്കി അമ്പലം ഉണ്ടാവണം എന്നായിരുന്നു എൻ്റെ ആദ്യത്തെ കണ്ടീഷൻ. നടന്നു പോകാൻ പറ്റുന്ന ദൂരത്തേക്ക് അമ്പലം. അങ്ങനെയാണ് നമ്മളിവിടെ എത്തി. ഇത്രയും ഒരു അനുഗ്രഹം ഈ ചൈതന്യമുള്ള ഭഗവാൻ ഇവിടെ ഉണ്ട്. കഴിഞ്ഞ ദിവസം തിരുമേനിയുടെ അടുത്ത് വന്നപ്പോൾ തിരുമേനി എന്നോട് പറഞ്ഞു തിരക്കായിരുന്നു, അതുകൊണ്ട് എന്നെ വിളിക്കാൻ മറന്നുപോയി, ഇവിടെ ഒരു പ്രശ്നം നോക്കാനുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പെട്ടെന്നാ വന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ വിട്ടുപോയി. നമ്മൾ തിരുമേനി തന്നെ എല്ലായിടത്തും നോട്ടെത്തണ്ടായിരുന്നു. അതൊന്നുമില്ല, ആൾക്കാരുടെ സങ്കടം കേട്ടിട്ടാന്ന് പറഞ്ഞു. നമ്മളൊന്ന് ആലോചിച്ചു, തിരുമേനിയോട് സങ്കടം പറയുമ്പോൾ അത് ആരോടാ പറയണത്? ഭഗവാനോടാ പറയുന്നത്. കാരണം എല്ലാ ദിവസവും ആ കാൽപ്പാദത്തില് ഈ സങ്കടം പറഞ്ഞാൽ അതവിടെ പോവും അല്ലെ. അപ്പൊ എന്നോട് പറഞ്ഞു ആൾക്കാരുടെ സങ്കടം കേട്ടിട്ട് എന്റെ സമയം പോയത് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ വന്ന് സങ്കടം പറയുമ്പോ ആ സങ്കടം ഭഗവാന്റെ കാൽക്കല് തിരുമേനി അവിടെ സമർപ്പിക്കുക പോലും വേണ്ട. അവിടെ ഇരുന്ന് ഞാനിത് പറയുന്നത് നിങ്ങൾക്കൊരു അതിശയോക്തി പോലെ തോന്നാം. പലപ്പോഴും ഇവിടെ വന്ന് പ്രശ്നം എടുക്കാൻ ഞാൻ ഇരിക്കുമ്പോൾ എനിക്കറിയാം അത് ശരിയാവോ ഇല്ലേ എന്നുള്ളത്. കാരണം അത് പ്രശ്നം എടുത്ത് കുറച്ചിങ്ങനെ കഴിയുമ്പോൾ ഒരു കളഭത്തിന്റെ മണം എനിക്ക് കിട്ടും. സത്യമായിട്ട് ഞാൻ പറയുന്നത്, ഞാൻ തമാശ പറഞ്ഞത്. ചില സന്ദർഭങ്ങളിൽ എനിക്ക് കളഭത്തിന്റെ മണം കിട്ടില്ല. അപ്പൊ എനിക്ക് ഉള്ളില് ഞാൻ തിരുമേനിയോട് പറയും, തിരുമേനി ഇന്ന് എനിക്കൊരു ഒരു കളഭത്തിന്റെ മണം എനിക്ക് വന്നില്ല കേട്ടോ എന്ന് ഞാൻ പറയും. ഒരു മണം അവിടെ വരലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കേസുകൾ എനിക്ക് എന്റെ മനസ്സിൽ തോന്നും, നടക്കുമോ ഭഗവാൻ, എന്തെങ്കിലും ഒരു തടസ്സത്തിനുണ്ടാവോ? അതല്ലെങ്കിൽ എന്താ, രാശി വെച്ച് കുറച്ച് കഴിയുമ്പോൾ അറിയാതൊരു മണം, ഒരു കളഭത്തിന്റെ മണം അവിടെ വരുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഇത് ഭഗവാന്റെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ട്. പ്രത്യേകിച്ച് ഇവിടെ വന്ന് എൻ്റെ വീട്ടിലെ ആൾക്കാർ വരുന്നേക്കാളും സന്തോഷത്തോടെ ഞാൻ ഇങ്ങോട്ട് വരും. കാരണം കൃഷ്ണന്റെ അടുത്തിരുന്നിട്ട് നമ്മൾ നോക്കുന്നത്. ഭഗവാൻ മനസ്സിൽ വിചാരിച്ച ആ രാശി അവിടെ കറക്റ്റായിട്ട് വരും. ഇവിടെ വന്ന് പല സന്ദർഭങ്ങളിൽ ആൾക്കാർക്ക് അതിന്റെ ഒരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. അപൂർവം ദിവസങ്ങൾ മാത്രമേ ഇങ്ങനെ ഒരു മണം എനിക്ക് കിട്ടാത്തുള്ളൂ. അപ്പോൾ അത് അതിശോക്തിയായിട്ട് നിങ്ങൾക്ക് തോന്നെങ്കിൽ ഞാൻ അനുഭവിച്ചൊരു കാര്യം എന്നോട് പറയുന്നു. അല്ലാത്ത ദിവസം തൊഴാൻ വരുമ്പോഴൊന്നും എനിക്ക് കിട്ടലില്ല. പക്ഷെ ഈ പ്രശ്നം വയ്ക്കുന്ന സമയത്ത് ചില ഭഗവാന്റെ ആ ഒരു കളഭത്തിന്റെ മണം എനിക്ക് ആ സമയത്ത് കിട്ടും തന്നെയാണ്. തുറന്നു പറയുന്നത് തിരുമേനോട് പല സന്ദർഭങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു മണം വന്നാൽ എനിക്കറിയാം ഈ കാര്യം നടക്കും. സന്താനങ്ങളില്ലാതെ വരുന്നവരുണ്ട്, ദുരിതങ്ങൾ പേറി വരുന്നവരുണ്ട്, സർപ്പദോഷം കൊണ്ട് വരുന്നവരുണ്ട്. ഇതൊക്കെ ഭഗവാൻ തന്നെ മാറ്റിക്കൊടുക്കും. അങ്ങനെ ഒരു സമയമാകുമ്പോഴേ ഇവിടെ എത്തുള്ളൂ. ഇവിടെ എത്തുമ്പോൾ അത് ഭഗവാന്റെ പാദങ്ങളിൽ, തിരുമേനിയുടെ വാക്കുകളിലൂടെ അത് ഭഗവാന്റെ അടുത്തേക്ക് എത്തുന്നു. അങ്ങനെ എല്ലാ ഭക്തന്മാരിലും ഭഗവാന്റെ ഒരു സാന്നിധ്യം ഉണ്ടാവട്ടെ. നിങ്ങളെല്ലാവരും ഒരു തികഞ്ഞ ഭക്തന്മാരായി തീരട്ടെ. ഭഗവാന്റെ നാമങ്ങള് സമയമില്ലെങ്കിൽ ഒരു 11 പ്രാവശ്യമെങ്കിലും ഒരു ദിവസം ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രം മനസ്സിലെപ്പോഴും ഭഗവാനെ ഭജിക്കാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സത്സംഗം നമുക്കിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതെല്ലാം മനസ്സിലുണ്ട്. എല്ലാ 30 വ്യാഴാഴ്ചയും നമ്മൾ ഭാഗവതത്തിലെ ഓരോ ഭാഗങ്ങൾ ഭഗവാന്റെ അനുഗ്രഹം